ഹലോ ഗൈസ്, ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ ഇരട്ടക്കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കുന്ന ദിവസമാണ്. ആദ്യമായിട്ട് ഇത് കൊടുക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ എന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്കതിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ചെറിയൊരു പീസ് മത്തൻ, അതുപോലെ തന്നെ ചെറിയൊരു ക്യാരറ്റും എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസാക്കുക. അതിനുശേഷം നമ്മളിത് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെക്കാം. അതിലേക്ക് നേരത്തെ നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മത്തൻ്റെയും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെയും പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് 4-5 ചെറിയ ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഈ മത്തനകത്ത് വൈറ്റമിൻ എയും ബീറ്റ കരോട്ടിനും ധാരാളമായിട്ടുണ്ട്. അത് കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും കണ്ണിൻ്റെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ്. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന ഈ ഉണക്കമുന്തിരിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ വിളർച്ച അകറ്റുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ എല്ലുകളുടെ ശക്തിക്ക് വേണ്ടിയിട്ടും ബ്ലഡ് ഇമ്പ്രൂവ് ചെയ്യാനെല്ലാം ഏറ്റവും നല്ലതാണ്. ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മളിത് മൂന്നും നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. ഒട്ടും കട്ടി വരാത്ത രീതിയിൽ നന്നായിട്ട് സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ ഉപയോഗിച്ച് ഉടച്ചെടുക്കുക. നന്നായി ഉടച്ച് തണുത്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ മിക്സിയിലിട്ട് അത് പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ടത്. പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. കുറുക്ക് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. എന്തായിരിക്കും അവൻ്റെ റിയാക്ഷൻ എന്നുള്ളത് നമുക്കറിയത്തില്ല. പാലിൻ്റെ അല്ലാതെ ഇതിൻ്റെ രുചി വന്നപ്പോൾ ചെറിയൊരു മടി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അവൻ കുടിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും കുറുക്ക് കൊടുക്കുമ്പം ആദ്യത്തെ 3 ദിവസം ഒരേ ആഹാരം തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇന്നിപ്പോൾ നമ്മൾ റാഗിയാണ് കൊടുക്കുന്നതെങ്കിൽ ആദ്യത്തെ 3 ദിവസം റാഗി തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിരുന്നാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അലർജിയോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് നമ്മളിത് കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഒരുപാട് അവരെ കുടിപ്പിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ളത് മാത്രം കൊടുത്താൽ മതി. ഒരു 2-3 സ്പൂൺ കുടിക്കുമ്പോൾ തന്നെ അവരുടെ കുഞ്ഞു വയറ് നിറയും. അപ്പോൾ അതിനുള്ളത് മാത്രം നമ്മൾ കൊടുത്താൽ മതി കേട്ടോ.